ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ ബെഡ്. ഇന്ന് നമുക്കൊരു ഹാൻഡ് വർക്ക് നോക്കിയാലോ. അപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതൊരു സാരിയാണ്. അപ്പോൾ നല്ല ഡാർക്ക് കളറിലൊരു ജോർജറ്റ് സാരിയാണ് കേട്ടോ. ടോട്ടലി 6 മീറ്റർ വരും കേട്ടോ. 5 മീറ്റർ സാരിയും ബ്ലൗസ് ബിറ്റൂടെ വരുമ്പോഴത്തേനും 6 മീറ്റർ 335 രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ 2.5 മീറ്റർ ഷോളിനായിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 2.5 മീറ്ററിൽ ഒരു ഭാഗം വീതി കൂട്ടിയും കട്ട് ചെയ്തു. അപ്പോൾ ഷോളിന് അധികം വീതി വേണ്ട. അപ്പോൾ ഈ ഒരു ഭാഗം ഷോളിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഒരു 30 ഇഞ്ചൊക്കെ വരും. ബാലൻസ് വരുന്ന ഈ പാർട്ട് നമ്മുടെ ബോഡിയും സ്ലീവും കട്ട് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ബാലൻസ് പാർട്ട് മൊത്തം നമുക്ക് അംബ്രല്ല കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സാരി മേടിക്കുന്നവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തുണി ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു പേപ്പർ 2ആയിട്ട് മടക്കിയിട്ടു. 3.4 നെക്കിൻ്റെ വീതിയും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 കേട്ടോ കൊടുക്കുന്നത്. ജസ്റ്റ് ഞാനൊരു റൗണ്ട് നെക്ക് വരച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ നെക്ക് വരച്ചെടുത്തു കേട്ടോ. ഇത് നമ്മൾ തുണിയിൽ കറക്റ്റായിട്ട് നെക്ക് ഇതേ രീതിയിൽ വെച്ച് കട്ട് ചെയ്താൽ നമ്മുടെ തുണി എന്താ പറയുക, നെക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. തുണിയിൽ വെച്ച് കട്ട് ചെയ്താൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഇതേപോലെ സെൻറ്റർ രണ്ടും ഒരു കട്ടിട്ടെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ തുണിയിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് ഇതേപോലെ സെൻറ്റർ വെച്ചിട്ട് നെക്ക് ഞാൻ ഡ്രോ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതേപോലെ 1 ഇഞ്ച് ഗ്യാപ്പിൽ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന രീതിയിൽ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അംബ്രല്ല ആയതുകൊണ്ട് തന്നെ മുകളിലത്തെ പാർട്ട് 13 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഈ ഡിസൈന് വരച്ചു കൊടുത്തേക്കുന്നത്. ഇതേപോലെ ഒരു വേവി ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരച്ചു കൊടുത്തേക്കുന്നത്. കട്ട് ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡും ആരി വർക്ക് നീഡിലും പിന്നെ നൈലോണിൻ്റെ ത്രെഡും ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നൈലോണിൻ്റെ ത്രെഡ് ആവുമ്പോൾ അയൺ ചെയ്യുമ്പോൾ അത്രയും സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നൈലോണിൻ്റെ ത്രെഡിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാനോ ഈസിയാണ് കേട്ടോ. നോർമൽ ത്രെഡിനേക്കാളും എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് നൈലോണിൻ്റെ ത്രെഡാണ്. പിന്നെ ഈ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. നമ്മൾ അയൺ ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് മാത്രം അയൺ ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, നൈലോണിൻ്റെ ത്രെഡ് ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വാഷിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേനും വലിഞ്ഞു പോകുമെന്ന്. ഒരിക്കലുമില്ല. ഞാനൊരു 3 വർഷമായിട്ട് ഈ നൈലോണിൻ്റെ ത്രെഡ് മാത്രം യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഇത് വലിഞ്ഞൊന്നും പോകില്ല. കട്ട് ബീഡ് വെച്ചിട്ട് ഓരോ കട്ട് ബീഡിനും ഓരോ സ്റ്റിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വർക്കിന് എടുക്കുന്നത്. ഈ വർക്കിനെന്നല്ല, കട്ട് ബീഡിനും ഓരോ കട്ട് ബീഡിനും ഓരോ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ആ വേവ് അനുസരിച്ച് ഞാൻ കട്ട് ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തു കേട്ടോ. അതിന് താഴെയായിട്ട് 3 കട്ട് ബീഡ് വെച്ചിട്ട് 3 ലെയറായിട്ട് ജസ്റ്റ് ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നിശ്ചിത ഗ്യാപ്പ് അനുസരിച്ച് ആ ലീഫ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു വർക്കിൻ്റെ ഹൈലൈറ്റ്. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഈ വർക്കിൽ. മൊത്തം ഇതേ രീതിയിൽ ഔട്ട്ലുക്ക് സൂപ്പറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് കാണാനായിട്ട്. ഇത്രയും ഭംഗി ഈ കളറിൽ ഈ ഹാൻഡ് വർക്ക് ചെയ്താൽ കിട്ടുമെന്ന് ഞാൻ ഇപ്പം നമ്മളൊരു 80% വിചാരിച്ച് ചെയ്ത്, പക്ഷേ ഈ വർക്ക് എനിക്കത് 100% കിട്ടിയിട്ടോ. നല്ല ഭംഗിയായിരുന്നു ചെയ്ത് ഔട്ട്ലുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ വേവ്സും ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്കും ഒത്തിരി ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഹാൻഡ് വർക്ക് ചെയ്യാനാണ് ഓൾമോസ്റ്റ് എനിക്ക് താല്പര്യം കൂടുതലും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഔട്ട്ലുക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. സ്റ്റിച്ചിങ് ചെയ്യുമെങ്കിലും സ്റ്റിച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. ഒരാൾ അതിട്ട് കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഹാൻഡ് വർക്ക് അങ്ങനെ അല്ല കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് 100% റിസൾട്ടാണ്, സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ അതൊരാൾ ഇട്ടുകൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ ആണോ ചെയ്തത്, നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് തന്നെ അഭിമാനം തോന്നുന്ന രീതിയിലൊക്കെ ഉള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക്.
അപ്പോൾ നല്ല ടൈം എടുത്ത് ചെയ്തതാണ്. നല്ല ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ടൈം എടുത്ത് ചെയ്ത വർക്കാണ് കേട്ടോ. സിംഗിൾ ബീഡ് ആണെങ്കിൽ പോലും നല്ല ടൈം എടുത്തു. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ഫുള്ളി ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹാൻഡ് വർക്കിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മണിക്കൂർ അനുസരിച്ച് തന്നെയാണ് നമ്മൾ കിച്ചിൻ്റെ പ്രോബ്ലമിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് സെപ്പറേറ്റ്, പിന്നെ നമ്മുടെ കോസ്റ്റ്, നമ്മൾ എത്ര നേരം ഇതിനിരിക്കുന്നു എന്നുള്ളൊരു കോസ്റ്റ് നമ്മുടെ സ്പീഡ് അനുസരിച്ചാണ്. ഇപ്പോൾ സ്പീഡ് കുറവുള്ള ഒരാളാണെങ്കിൽ മണിക്കൂറിന് 80 രൂപ, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരല്പം മീഡിയം ആയിട്ടുള്ളൊരു സ്പീഡാണെങ്കിൽ മണിക്കൂറിന് 1 രൂപ, നല്ല സ്പീഡ് ചെയ്യുമെങ്കിൽ 150 രൂപ, അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഹാൻഡ് വർക്കിന് ചാർജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് സ്പീഡ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു മിനിമം സ്പീഡ് തന്നെയാണ് കേട്ടോ എൻ്റേത്. ഇപ്പം ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ സ്പീഡ് കൂടും കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തെ ഗ്യാപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്പീഡ് കുറയുകയും ചെയ്യും. അതേപോലെ ബീഡ്സ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോകും കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ബീഡ്സ് ഇങ്ങനെ പൊട്ടി പോകും കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ അത് കുറവാണ്. ഞാനിപ്പോൾ കുറേ നമ്മളിപ്പോൾ വീഡിയോസിൽ തന്നെ കാണാം, നമ്മളിപ്പോൾ ഹാൻഡ് വർക്കിൻ്റെ വീഡിയോസാണ് അധികം ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഫ്ലോ എനിക്ക് ഉണ്ട് കേട്ടോ. ഇതേ രീതിയിൽ ഇത് നമുക്ക് കസ്റ്റമർ തന്നെ തന്ന റെഫറൻസ് പിക്കാണ് കേട്ടോ. അപ്പോൾ അവർ തന്ന റെഫറൻസ് പിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇത് അംബ്രല്ല ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ലെങ്ത്ത് കൊടുക്കാഞ്ഞത്. കാരണം അംബ്രല്ല 13 ഇഞ്ചിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 13 ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു 12.5 നമ്മുടെ ഹാൻഡ് വർക്ക് നിൽക്കണം, 13ലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറുതായത്. പക്ഷേ ഇത്രയും ചെറുതായെങ്കിലും ഭംഗി ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും ഇതേ രീതിയിലൊരു ഹാൻഡ് വർക്ക് വേണം എന്നുള്ളൊരു തോട്ട് വന്നു കേട്ടോ. ഓൾമോസ്റ്റ് നല്ല ടൈം എടുത്തു കേട്ടോ. നൈറ്റായി, അതുകൊണ്ടാണ് ഈ ഒരു കളർ വേരിയേഷൻ വരുന്നത്. സെയിം കളർ തന്നെയാണ് കേട്ടോ, നൈറ്റിൽ വെട്ടത്തിൻ്റെ ആണ്. അപ്പോൾ ഇത് കസ്റ്റമർ തന്നെ തന്ന റെഫറൻസ് പിക്കാണ് കേട്ടോ. അവരൊരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് തന്നൊരു വർക്കാണ് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇടാനായിട്ട്. അപ്പോൾ ഓരോ കസ്റ്റമറും നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് കേൾക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും അവരെന്തോ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഓരോ വ്യക്തികളുടെയും ബിഗ് ഡേയിലൊരു വലിയ പാർട്ടാവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ
അപ്പോൾ അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. നമുക്കും അവരുടെ ബിഗ് ഡേയിൽ ഒരു പാർട്ടാവാൻ പറ്റിയത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ. ഓരോ കസ്റ്റമേഴ്സും വരുമ്പോഴത്തേക്കും ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു പൊടിക്ക് മേലോട്ട് ബെറ്റർ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് ഗോഡ് ഇതുവരെ അത് സാധിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിന് നമുക്ക് സ്ലീവിലൂടെ ഈ ഹാൻഡ് വർക്ക് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ലീവിലും ഇതേ രീതിയിൽ താഴേക്ക് വരുന്ന രീതിയിലല്ല. അപ്പോൾ ആദ്യം ഞാൻ കരുതിയത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കൊടുക്കാമെന്നാണ്. അപ്പോൾ പിന്നെ കസ്റ്റമർ പറഞ്ഞു അത് വേണ്ട, എനിക്ക് സ്ലീവ്സിന് എൻഡിൽ മതിയെന്ന്. അപ്പം താഴേന്ന് മുകളിലേക്കാണ് കേട്ടോ ഈ ഡിസൈൻ കൊടുത്തത്. സെയിം ഇതേ രീതിയിൽ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അത് നമ്മൾ ഷോൾഡറിൽ നിന്ന് കൊടുക്കണം, അല്ലാതെ സെൻറ്ററിൽ നിന്ന് കൊടുത്താലായിട്ടൊരു ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ചെയ്യുമ്പോഴത്തേനും ഷോൾഡറിൽ നിന്ന് താഴേക്ക് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. സ്ലീവ്സിൻ്റെ എൻഡിൽ കൊണ്ട് കൊടുക്കാതെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പം ഒരാൾ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ മറ്റൊരാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഔട്ട്ലുക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഷോർട്സിലായിട്ടിടാം. ഈ സെയിം തന്നെ ചെയ്താൽ റിപ്പീറ്റേഷൻ ആയിപ്പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ ചെയ്യുമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ നടക്കില്ല കേട്ടോ. പുറത്തുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കായിട്ടുള്ളത് ചെയ്യാനായിട്ട് പറ്റില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനോ അതേപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസോ ഒക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ തലേന്നിരുന്നായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്, പാതിരാത്രി തലേന്ന്. ഓൾമോസ്റ്റ് ഈ ഒരു 4 വർഷം കൊണ്ട് എൻ്റെ ഒരു റൊട്ടേഷൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നെങ്കിൽ പാതിരാത്രിക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും, തലേന്ന് പാതിരാത്രി. അല്ലെങ്കിൽ പിന്നെ പഴയത് തന്നെ ആയിരിക്കും എവിടെയെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് അടുത്ത വട്ടം എന്തെങ്കിലും വരുമ്പോൾ ഇട്ടുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ പഴയത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പഴയത് തന്നെ ആയിരിക്കും എപ്പോഴും ഇടുന്നത്. പിന്നെ ഇപ്പോൾ മോളുള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് പാതിരാത്രിക്ക് അവളുടെ ആയിരിക്കും ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഞാൻ മൊത്തം പഴയത്. പിന്നെ ഈ ഒരു ഇടയ്ക്കാണ് ഞാൻ എനിക്ക് വേണ്ടി ഒരു ഐറ്റം സ്റ്റിച്ച് ചെയ്തത്. ആ ഓറഞ്ച് നല്ല ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്കൊരു ദിവസം റെസ്റ്റ്, എന്താ പറയുക, ഒഴിവുള്ള ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടേ നോക്കത്തുള്ളൂ കേട്ടോ. കുറേ മെറ്റീരിയൽസ് ഓരോ ഷോപ്പിലും പോകുമ്പോൾ എനിക്ക് കണ്ടിഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് അപ്പം തന്നെ ഞാൻ വാങ്ങി വെക്കും കേട്ടോ. പക്ഷേ അതെല്ലാം ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ, സ്റ്റിച്ചിങ് നടക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ കുറേ കോൺസെപ്റ്റും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. ഒരു സാരി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട്, അതുപോലും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം പെയിൻറ്റിങ്ങിനായിട്ട് വെച്ചേക്കുവാണ്. പിന്നെ അല്പം ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കായിരിക്കും ഞാനിത് എഡിറ്റിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത്. എഡിറ്റിങ്ങൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര പാടെന്നല്ല, നല്ല സമയമെടുക്കും. ഇപ്പം തന്നെ ഇതൊരു 20 മിനിറ്റത്തെ വീഡിയോ ഉണ്ട്. 20 മിനിറ്റ് ഞാൻ സ്പെൻഡ് ചെയ്യുവാണ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് കേൾക്കാനായിട്ട് 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും സേവ് ചെയ്തിട്ട് വീണ്ടും 20 മിനിറ്റ് സേവ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കേൾക്കും. എന്നിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു വീഡിയോയ്ക്ക് അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ടൈം. അത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് ഒരു സമാധാനം. സ്പെൻഡ് ചെയ്തില്ല, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടല്ലോ എന്നൊക്കെ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത്രയും വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 5mm ആൻറ്റിക് ബീഡ് തന്നെയാണ് കേട്ടോ. ആൻറ്റിക് ബീഡ് അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡിങ്സ് ആയിട്ട് മൊത്തം കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഫുൾ അംബ്രല്ല ഗൗണാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം റിച്ചായിട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. പിന്നെ നമ്മൾ ദുപ്പട്ടയിലും ഒരു സൈഡ് ഫുള്ളും ഇതേ രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് മാത്രം മതി എന്ന് പറഞ്ഞു കസ്റ്റമർ. ഒരു ദുപ്പട്ടയിൽ ഒരു ലെയർ മാത്രം ഈ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 2 മണിക്കൂറോളം എടുക്കും കേട്ടോ. ഈ 2.5 മീറ്റർ ഒരു ലെയർ ഈ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഹാൻഡ് വർക്ക് ചെസ്റ്റ് പോർഷനിൽ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, നല്ല മെറ്റീരിയൽ തന്നെയാണ്. 335 രൂപയ്ക്ക് അത്യാവശ്യം ബെറ്ററാണ്. എന്നിട്ട് സ്ലീവിൻ്റെ വണ്ണം അനുസരിച്ച് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ ആ ഡിസൈൻ തന്നെ മുകളിലേക്കെന്ന രീതിയിൽ ഡ്രോ ചെയ്തെടുത്തു.
എന്നിട്ട് അതും ഇതേ രീതിയിൽ ഫില്ല് ചെയ്തെടുക്കുവാണ് കേട്ടോ. പിറ്റേ ദിവസമായി കേട്ടോ, അതാ ലൈറ്റ് വ്യത്യാസം, കളർ വ്യത്യാസം. അങ്ങനെ ഞാൻ 2 ദിവസം എടുത്തിട്ടാണ്, 2 ദിവസം ഫുള്ളൊന്നും അല്ല കേട്ടോ, 2 ദിവസം എടുത്തിട്ടാണ് ഈ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദുപ്പട്ടയിലൂടെ ഉള്ളത് കൊണ്ട് തന്നെ ടൈം എടുത്തു. എത്ര ടൈം എടുത്തു എന്ന് ഞാൻ പറയുന്നില്ല, പറയണം, ഞാൻ കൗണ്ട് ചെയ്തില്ല കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കൗണ്ട് ചെയ്തില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത്യാവശ്യം ടൈം എടുത്തു. അങ്ങനെ ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഔട്ട്ലുക്ക് കാണാം കേട്ടോ. ഓൾമോസ്റ്റ് ഈ കസ്റ്റമറിന് തന്നെ ഇത് 4ാമത്തെ വട്ടമാണ് കേട്ടോ സെയിം ലോങ് ഗൗൺ തന്നെ ചെയ്യുന്നത്. എല്ലാ കളറിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 കളറിൽ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ടിട്ടുണ്ട്. 3ആണോ 2ആണോ, 2 തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര ഇതേ രീതിയിൽ സാരി എടുത്തിട്ട് വന്ന് ചെയ്യിപ്പിക്കുന്ന ഒരു കസ്റ്റമറാണ് കേട്ടോ. നല്ലൊരു കസ്റ്റമറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് വർക്ക് ചെയ്യുന്നത്. ഇത് ഗൗൺ 3ാമത്തെ വട്ടമാണ്. ഓൾമോസ്റ്റ് ഒരു 8 months ആയി തോന്നുന്നു ഈ കസ്റ്റമർ റെഗുലറായിട്ട് വരാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു സ്ലീവ് കംപ്ലീറ്റ് ആവാറായി. ഇതേപോലെ തന്നെ ആ 5 mm ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്പ്രെഡിങ്സ് ആയിട്ട്. ഞാൻ അതുകൂടെ കഴിഞ്ഞാൽ സ്ലീവ്സിൻ്റെ വർക്ക് കഴിയും കേട്ടോ. 2 സ്ലീവ്സും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് 4.5 ഇഞ്ചും ഒരു സൈഡിൽ നിന്ന് 4.5 ഇഞ്ചും, അപ്പോൾ മനസ്സിലായോ? അപ്പോൾ 9 ഇഞ്ചിൽ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 9 വണ്ണമാണ്. അപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണ്, 1/2 ഇഞ്ച് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വിട്ടിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ വണ്ണം അടിക്കുമ്പോഴത്തേനും ഹാൻഡ് വർക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ, സൂചി പൊട്ടിപ്പോവും. പിന്നെ ഈ ഒരു ഹാൻഡ് വർക്കിൽ നമ്മൾ ആരി വർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേനും ഒരു സ്റ്റിച്ചിന്, ഒരു ബീഡ്സിനോ ഒരു സ്റ്റിച്ച് പൊട്ടിപ്പോയാൽ ഇത് തുടരെ പോകും കേട്ടോ. കാരണം ഒരു ചെയിൻ സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കുളമായി കേട്ടോ. അതാണ് ഈ ആരി വർക്ക് ചെയ്ത മെറ്റീരിയൽ എല്ലാം അത്ര ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്നത്. കൊണ്ടുപോയി ജസ്റ്റ് നമ്മളൊന്ന് മുക്കിയിടുക, അല്ലാതെ സോപ്പ് തേച്ച് അലക്കി അതേപോലെ മുക്കിയിടുക എന്ന് പറയുമ്പോൾ മുക്കി പിഴിഞ്ഞങ്ങ് ഇടരുത്. ജസ്റ്റ് മുക്കി ആ വെള്ളത്തോടിടുക, പിഴിയാൻ പോലും പാടില്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ കുളമാക്കരുത്. അപ്പോൾ ഔട്ട്ലുക്കാണ് കേട്ടോ ഇത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇത്രയും പൊക്കി പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഔട്ട്ലുക്ക്. ആൻറ്റിക്കിൻ്റെ ബീഡ് ഈ ബ്രൗൺ കളറിലേക്ക് വന്നപ്പോഴത്തേനും സൂപ്പറായിട്ടോ. അപ്പോൾ അതായത് ഇതേ രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. ദുപ്പട്ടയിലും കാണാൻ പറ്റും ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് വർക്ക് ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബെറ്റർ ആയിട്ടുള്ളൊരു റിച്ച് ലുക്ക് തരുന്ന വർക്കാണിത്. അതിൻ്റെ ഭംഗി എത്രത്തോളം വർണ്ണിച്ചാൽ മതിയാവുന്നില്ല എനിക്ക്. അത്രത്തോളം എന്താ പറയുക, എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു വർക്കാണ് കേട്ടോ. നമ്മൾ അത്രയും മെനക്കെട്ടതിന് നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.